കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിന്റെ ശേഷം കാണാം. നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് തന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. കോടതിയിലുള്ള കാര്യമാണ്. കോടതിയുടെ വഴിക്കങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ. നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവണ്ട. ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. അത് കോടതിയിലുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിനും പോകുന്നില്ല. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്കിപ്പം എന്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ മോഹിച്ചു നിൽക്ക്. അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട്. ആ വ്യക്തതയുള്ളവര് അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വകവരുത്താം, ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട്. അതിന് ഈ PV എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല. പക്ഷെ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയ ഭാവം നടിക്കൂല എന്ന് മാത്രം. അതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. അത് മനസ്സിലായിക്കോ. എന്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു. നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചുവെക്കില്ലേ? എന്താ അത് മറച്ചുവെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്.